എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോട്ടയം വരെ ഒന്ന് പോവാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കോട്ടയം പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. പുള്ളിക്ക് കോട്ടയം വരെ പോകണമെന്ന് പറയും. പുള്ളിക്ക് ചന്തയ്ക്കകത്ത് വന്ന എന്തോ സാധനമൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നമുക്ക് എന്നാ ഒരുമിച്ച് പോകാം. ഞാൻ കോട്ടയം പോകാന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു നമുക്ക് എന്നാ ഒരുമിച്ച് ആട്ടെ ചവിട്ടി 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 വണ്ടി ഉണ്ടോ പോട്ടെ 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 പോട്ടെ. അപ്പം കോട്ടയം വരെ പോകാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ പുള്ളിയുടെ കൂടെ കയറി പോയേക്കുവാ കോട്ടയത്തിന്. വലിഞ്ഞു കയറി പോവാന്ന് വേണേൽ പറയാം. ലാഭമല്ലേ? 10 പൈസ കൊടുക്കാതെ കോട്ടയം വരെ പോയിട്ട് എന്റെ പരിപാടി കഴിഞ്ഞ് എനിക്ക് വരാമല്ലോ. അയ്യോ, ഇവിടെ ചീരയൊക്കെ വെക്കുന്നുണ്ട്. നാടൻ ചീരയാന്ന് തോന്നുന്നു. എവിടെയോ കൃഷി എടുത്തുനിന്ന് ഭക്ഷണം വന്ന് വിൽക്കുക. നമ്മളിപ്പോ തുരുത്തേപ്പാലത്തേല ഇല്ലേ, തുരുത്തേപ്പാലത്തിലോട്ട് കയറി. നമുക്ക് നേരെ കോട്ടയം ചന്തയ്ക്കകത്തോട്ട് പോവാം. ചന്തയ്ക്കകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോ കഞ്ഞിക്കുഴി ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുക. ഇയാളുടെ കൂടെ നമ്മൾ പോണത്. പേര് അഖിൽ രാജ്. ഒത്തിരി കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. പുതുപ്പള്ളിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണറാണ്. നമ്മളിത് കഞ്ഞിക്കുഴി എത്തി. ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ് ചന്തക്കകത്തോട്ട്. നേരെ കഞ്ഞിക്കുഴി, ഇവിടുന്ന് നേരെ താഴോട്ട് പോയിട്ട് ചന്തക്കകത്തോട്ട് പോകാനുള്ള എളുപ്പവഴിയാണ്. നമ്മളിവിടുന്ന് നേരെ കയറി പോവാ, കയറ്റം കയറി പോവാ. വഴിയൊക്കെ അപ്പടി കട്ടറ, ഒരു രക്ഷയില്ല. അത് കാരണം ഫോണിന് കുലുക്കം വരുന്നു. നമ്മള് കഞ്ഞിക്കുഴിന്ന് വന്ന് കയറുന്ന വഴിയാണ്. അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ തിരക്കായതുകൊണ്ട് നേരെ കഞ്ഞിക്കുഴി, നേരെ അങ്ങോട്ട് പോകണ കഞ്ഞിക്കുഴിയാണ്. ഇവിടുന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന ദേവലോകം, അരമനയൊക്കെ പോവാം. നമ്മൾ ചന്തക്കകത്തെത്തി. ചന്തക്കകത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുക. നേരെ ചന്തക്കകത്ത് വന്ന് കയറി. ഇവിടെയൊക്കെ അരിക്കടയൊക്കെ. തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് ഇവിടുന്ന് സാധനം എടുക്കാനുണ്ട്. നേരെ പച്ചക്കറി മാർക്കറ്റിനകത്തേക്ക് പോവാം. ചന്തക്കകത്തെ പച്ചക്കറി മാർക്കറ്റിനകത്തേക്ക് അപ്പുറയാണ്. മണിപ്പുഴ പോകുന്ന വഴിക്കാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. ഇവിടെ ലോഡും ഒക്കെ ആയിട്ട് വന്ന വണ്ടികളൊക്കെ ഇഷ്ടംപോലെ റോഡ് സൈഡിൽ കിടപ്പുണ്ട്. നേരെ കാണുന്നതാണ് മീൻകടകൾ. ഉണക്കമീനും പച്ചമീനും ഒക്കെ കിട്ടുന്ന കോട്ടയത്തെ മീൻ ചന്തയാണ്. അല്ല ഉണ്ടോ? ഈ സമയമായതുകൊണ്ട് 9 മണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇവിടെ കുറച്ച് പേരൊക്കെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെയുണ്ട്. അവിടെ എന്തോ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇവിടെ കുറേ മീനൊക്കെ ഉണ്ട്. അവിടെ ഒത്തിരി പച്ചമീനൊക്കെ കിടപ്പുണ്ട്. നമ്മളിത് പച്ചക്കറി മാർക്കറ്റിൻ്റെ അകത്ത് വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പച്ചക്കറി മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പുള്ളി അങ്ങോട്ട് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അവൻ. ഇഷ്ടംപോലെ കറിവേപ്പിലയൊക്കെ കിടപ്പുണ്ട്, വെള്ളരിക്ക കിടപ്പുണ്ട്, മത്തങ്ങ. അവൻ കുറച്ച് സാധനമൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി സാധനം മേടിച്ചുകൊണ്ട് വന്നു. നമുക്ക് ഇവിടെ ചീരയൊക്കെ, ഇവിടെ റോഡ് സൈഡ് കണ്ട പോലത്തെ നാടൻ ചീരയാന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഇരിപ്പുണ്ട്. ഇനി ഇവിടെ തൊട്ട് അങ്ങേ അറ്റം വരെ കടകളാണ്, പച്ചക്കറിക്കടയും പലചരക്കും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ചീര പച്ചയുണ്ട്, ചുമലയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, ചേമ്പ്, ഉരുളക്കിഴങ്ങ് കിടക്കുന്നുണ്ട്. എന്നാ വലിപ്പമാണ് ഉരുളക്കിഴങ്ങിന്! അയ്യോ, സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പമല്ല. ബീട്രൂട്ടുണ്ട്, ഈ മാങ്ങ, നാടൻ മാങ്ങയാണ് അത് ഒന്ന് കണ്ടിട്ട്. തക്കാളിയൊക്കെ കിടപ്പുണ്ട്. ഈ കൊല വിൽക്കുന്ന കട, ഏത്തക്കൊലയൊക്കെ വിൽക്കുന്ന കടയാണ് ചന്തക്കകത്ത്. ഇഷ്ടംപോലെ ഏത്തക്കൊലകളുണ്ട്, പച്ചയുണ്ട്, പഴുത്തതും എല്ലാം ഉണ്ട്. ആ റൂമിലാണ് അവരുടെ കൊല പഴുപ്പിക്കാൻ വേണ്ടി, പുക കയറ്റാൻ വേണ്ടി വെക്കുന്നത്. പച്ച ചെറിയ ഉള്ളി, കൂർക്ക, പല സൈസ് കൂർക്കയാണ് തോന്നുന്നു. തരം തിരിച്ചിട്ടേക്ക് 40 30 എൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. വിലയാന്ന് തോന്നുന്നു. ഇവിടെ തൊട്ട് അങ്ങേ അറ്റം വരെ പച്ചക്കറിക്കടയാണ്. നാടൻ കൊലകളും കായും, നാടൻ കൊലയൊക്കെ ഇരിക്കുന്നു. കൂർക്കയൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കൂർക്കയുണ്ട്, ബീട്രൂട്ട്, മത്തങ്ങ, എല്ലാ സാധനവും ഉണ്ട്. വെള്ളരിക്ക ഇഷ്ടം പോലെ കിടക്കണം. വെള്ളരിക്ക, പടവലങ്ങ വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് സാധനം. അവിടെ ഇത് കിടക്കുന്നു. പാണ്ടിക്കൊലയാണ്, റോബസ്റ്റയാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന കൊലയാണ്. ഒരു ലോഡ് നിറച്ച് കൊല ഇറക്കുക. ചേട്ടൻ അവിടെ വന്ന് ബീട്രൂട്ട് തരം തിരിച്ചെടുക്കുന്നു. ബംഗാളികൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഏറ്റവും കൂടുതൽ ബംഗാളികളാണ്.
ചാക്കുംപടി സവാള ഇരിക്കുന്നു, ഇഷ്ടം പോലെ ചാക്ക് സവാള. എന്ത് ചാക്ക് സവാള ഇരിക്കുന്നു. ഇവിടെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ, ഹോൾസെയിലാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കേക്കൊക്കെ ഉണ്ട്, കേക്കുണ്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, പൂരി, ക്രിസ്മസിൻ്റെ സ്റ്റാർ, ഡെക്കറേഷൻ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ മാല ബൾബൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ഹോൾസെയിലാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കാം. ചേമ്പ്, ചേനയൊക്കെ ഉണ്ട്, ഫ്രഷ് ചേനയും ചേമ്പും ഒക്കെയാണ്. നമ്മളിത് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അതായത് ഇതാണ് കോട്ടയത്തെ ഉണക്കമീൻ മാർക്കറ്റ്. ഇഷ്ടംപോലെ ഉണക്കമീനുണ്ട്. പേരൊന്നും അറിയാൻ മേലാത്ത ഇഷ്ടംപോലെ ഉണക്കമീൻ കേൾപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് എന്നാണാവുക ആർക്കറിയാം. കുറിച്ചിയൊക്കെ ഉണ്ട്, ആകെ അറിയാവുന്ന കുറിച്ച് മാത്രം. നമ്മളവിടെ നിന്ന് പോവാണ്. എനിക്ക് ഒരു സാധനം മേടിക്കാനുണ്ട് അപ്പുറത്തുനിന്ന്, അപ്പം അങ്ങോട്ട് നമ്മൾ പോവാം. ഇതുകൊണ്ട് ഇഷ്ടംപോലെ ട്രെയിലർ കിടക്കുന്നുണ്ട്, കാറും ഒക്കെ ആയിട്ട് വരുന്ന, ഷോറൂമിലോട്ട് കാറും ഒക്കെ ആയിട്ട് വരുന്ന. ഇവിടെ വണ്ടി ഇട്ടിട്ടാണ് ഇവർ ഇവിടുന്ന് പുതിയ കാറൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്ന ഇറക്കി ഷോറൂമിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ തിരിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും മാർക്കറ്റിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഇവിടുന്ന് അരിയൊക്കെ എടുക്കാനുണ്ട് കടയിലോട്ട്. നമുക്ക് ഇവിടുന്ന് ഭാരതിയിൽ നിന്ന് എടുക്കുന്നത്. നേരെ ശീമാട്ടിയുടെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഭാരതിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറുകയാണ്, ഭാരത് ട്രേഡേഴ്സിൻ്റെ പാർക്കിങ്ങിലേക്ക്. ഭാരത് ട്രേഡേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആനന്ദ് ട്രേഡ് ബില്ലടിക്കാൻ അവിടെ പോയി നിൽക്കുക സാധനം എടുക്കാൻ വേണ്ടി. ഇവരുടെ ഗോഡൗണാണ്, ഇഷ്ടംപോലെ അരിയൊക്കെ ഇരിപ്പുണ്ട്, കുത്തുവിളക്കും ഒക്കെ ഉണ്ട്. വണ്ടിയെ ലോഡ് കയറ്റാൻ തുടങ്ങി, ആദ്യത്തെ ചാക്ക് കയറ്റി. നോക്കി നിൽക്കും അടുത്ത ചാക്ക് വരാൻ വേണ്ടി. പാവം. അടുത്ത ചാക്കും വന്ന് കയറ്റി. പുറകെ നമ്മുടെ വണ്ടിയെ ലോഡ് കയറ്റാൻ തുടങ്ങി. അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ കയറ്റി. പാവമുണ്ട്, കഷ്ടപ്പെടുന്നുണ്ടോ പാവം മനുഷ്യൻ. ചാക്കൊക്കെ എടുത്ത് എറിയുക. കുറേ കയറ്റാനുള്ള സാധനം എല്ലാം കയറ്റി നമ്മൾ തിരിച്ചു പോവുക. സാധനം എല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് പുതുപ്പള്ളിക്ക് പോവുകയാണ്. വീണ്ടും പുതുപ്പള്ളി ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. പുതുപ്പള്ളി ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഫേമസ് ആയിട്ടുള്ളൊരു കാരാപ്പുഴ സ്റ്റോർ വരെ വർഷങ്ങളായിട്ട് പുതുപ്പള്ളിയിൽ പലചരക്ക് പച്ചക്കറി കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 10-23 വർഷത്തിന് മേളിലായി തോന്നലടാ. 10-23 വർഷത്തിന് മേളിലായിട്ട് പുതുപ്പള്ളിയിൽ കട നടത്തുന്ന ആളാണ്. പലചരക്കും പച്ചക്കറിയൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു ആളാണ്. അപ്പച്ചൻ നടത്തിക്കൊണ്ടിരുന്ന കട അവൻ്റെ അച്ഛന് കൊടുത്ത്, അച്ഛനത് ഇവർ കൈമാറി. ഇവരുമാണ് ഇപ്പോൾ കടയൊക്കെ നടത്തുന്നത്. പിന്നെ റേഷൻ കടയൊക്കെ ഉണ്ട് പുതുപ്പള്ളിയിൽ, ഒരു ചേട്ടനാണ് നടത്തുന്നത്. നമ്മൾ തിരിച്ച് കഞ്ഞിക്കുഴി പുതുപ്പള്ളി റോഡിലെത്തി. നമ്മൾ പാലൂപ്പടിക്ക് വന്ന് നേരെ പോകുന്ന പുതുപ്പള്ളി കവലയ്ക്ക്. ഇതിലെക്കൂടെ നേരെ പുതുപ്പള്ളി കവലയ്ക്കും നമ്മൾ നേരെ പുതുപ്പള്ളി പള്ളിയുടെ ഇതിലെക്കൂടെ കയറി പോവാം. പുതുപ്പള്ളി കവലയ്ക്ക് പോയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും, അത് കാരണം. ബണ്ട് പൊട്ടിയോ? നെല്ല് വിതയ്ക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ട് നന്നായാണ് ബണ്ട് പൊട്ടി വെള്ളം കയറിയത്. വൻ കൃഷിനാശമാണ് സംഭവിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രോൺ വെച്ച് നെല്ല് വിതയ്ക്കുന്ന കണ്ടില്ലായിരുന്നു, അത് ഇവിടെയാണ്. ഇവിടെ അത്യാവശ്യം കിളുത്തൊക്കെ വന്നിട്ടുണ്ട്, നെല്ലൊക്കെ കിളുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് പുതുപ്പള്ളി പള്ളിയുടെ വാതിക്കലെത്തി. നേരെ കാണുന്നതാണ് പുതുപ്പള്ളി പള്ളി. നേരെ കാണുന്നതാണ് പുതുപ്പള്ളി പള്ളി. നമ്മൾ നേരെ പുതുപ്പള്ളി കവലയ്ക്ക് പോവാണ്. ഇത് കണ്ട ആ വണ്ടി കയറി പോകുന്ന വഴിക്കാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ വീട്. നമ്മൾ നേരെ വീണ്ടും പുതുപ്പള്ളി കവലയ്ക്ക് എത്തിയിരിക്കുകയാണ്. തെന്നയുടെ ഇറക്കിയിട്ട് അവൻ വണ്ടിക്കകത്ത് നിന്ന് ലോഡൊക്കെ ഇറക്കാൻ പോവുകയാണ്. വണ്ടിക്കകത്ത് നിന്ന് ലോഡൊക്കെ ഇറക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.